തെന്നിന്ത്യൻ സിനിമയിൽ ആകെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു സങ്കടവാർത്ത കൂടി പുറത്തു വന്നു. സംവിധായകനും നടനുമായ ഭാഗ്യരാജ് അന്തരിച്ചിരിക്കുകയാണ്. 73കാരനായ ഭാഗ്യരാജ് ഹൃദയാഘാതത്തെ തുടർന്നാണ് വിടവാങ്ങിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഭാരതിരാജയുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെയാണ് ഭാഗ്യരാജും യാത്രയാവുന്നത്. തമിഴ് സിനിമയിലാകെ സംബന്ധിച്ച് സങ്കടകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആരാധകരും താരങ്ങളുമെല്ലാം ഭാഗ്യരാജിന് ആദരാഞ്ജലി അർപ്പിച്ച് കുറിപ്പുകളും പോസ്റ്റുകളും ചെയ്യുന്നുണ്ട്. 50 വർഷത്തോളം അദ്ദേഹം സിനിമാ മേഖലയിൽ സജീവമായിരുന്നു. എല്ലാ ജോണറുള്ള ചിത്രങ്ങളും അദ്ദേഹത്തിനായി ഇറങ്ങിയിരുന്നു. കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളുള്ള വിഷയങ്ങളുമെല്ലാം തന്റെ ചിത്രത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകരെ എന്നും കാണിച്ചുകൊണ്ടേയിരുന്നു. അഭിനയവും സംവിധാനവും എഴുത്തുമൊക്കെ സിനിമയുടെ സമസ്ത മേഖലയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന സിനിമയിലൂടെ 1979 അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 75ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. 25ലധികം ചിത്രങ്ങൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. മുന്താണിയും എടുത്തു എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡും നേടിയിട്ടുണ്ട് ഭാഗ്യരാജിന്. 1981 അദ്ദേഹം അഭിനേത്രിയായ പ്രവീണയുമായുള്ള വിവാഹം. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് പ്രവീണ മരിച്ചതിനു ശേഷമായിരുന്നു പൂർണിമയെ വിവാഹം ചെയ്തത്. ഡാർലിംഗ് എന്ന ചിത്രത്തിൽ പൂർണിമയ്ക്കൊപ്പം അഭിനയിച്ചു അദ്ദേഹം. ആ സൗഹൃദം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കേട്ട് പ്രമുഖ താരങ്ങളെല്ലാം തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമാ രംഗത്തു നിന്നും സീരിയൽ രംഗത്തു നിന്നും അഭിനയ രംഗത്തു നിന്നെല്ലാം തന്നെ ഒരുപാട് താരങ്ങളാണ് പ്രതികരിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചെല്ലാം തന്നെ രംഗത്ത് വന്നത്. മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരമായി മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ദിലീപുമായുള്ള രംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒട്ടേറെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ചതാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപും ഇതിനത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി താരങ്ങൾ തന്നെയാണ് രംഗത്ത് വരുന്നത്. നിങ്ങൾക്ക് ഭാഗ്യരാജിനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എല്ലാം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.